നമുക്ക് വീട്ടിൽ നല്ല ക്യൂട്ടായ കുറച്ച് ഐറ്റങ്ങൾ ഉണ്ടാക്കിയല്ലോ. അതേവാ ആദ്യം തന്നെ A4 എടുക്കുക. ബാക്ക് ടു സ്കൂളിനുള്ള ഒരു ചെറിയൊരു പ്രിപ്പറേഷനാണ്. മടക്കുക, ലെവലാക്കാം. അങ്ങനെ എത്ര പീസ് ഈ A4 നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയ്ക്കും പീസൊക്കെ വെട്ടിയും ചെയ്തിട്ടൊക്കെ എടുക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു ബാക്ക് ടു അമീനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നെയിം സ്ലിപ്പ്. ബാക്ക് ടു സ്കൂളാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു ഇത് കണ്ടാലോ, നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ A4 എടുത്തിട്ട് ഒരു 8 പീസിലോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 8 പീസിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണപ്പാണ് ഇപ്പം ചെയ്യുന്നത്. ആദ്യം ഞാൻ വാഷിംഗ് ടേപ്പ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കി. പക്ഷെ അതങ്ങോട്ട് ഫെയിലായിപ്പോയി. വാഷിംഗ് ടേപ്പ് വെച്ചിട്ട് ഫെയിലായിപ്പോൾ. അപ്പം ചെയ്യുന്നത് സ്കെച്ചോ അല്ലെങ്കിൽ മാർക്കറോ ക്രയോൺസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വാഷിംഗ് ടേപ്പ് വെച്ചിട്ട് ചെയ്തത് നല്ലോണം ഫെയിലായിപ്പോയി. ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വാഷിംഗ് ടേപ്പ് വിടുന്ന മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറിലായിരുന്നു യൂസ് ചെയ്തത്. മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്രിൽ മാതിരി വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ സൈഡിലായാലും നടുവിലായാലും എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുക്കുക. ഞാനിപ്പം സൈഡിലാണ് വരച്ചത്. ഒരു ഹാർട്ടാണ് വരച്ചിരിക്കുന്നത്. പിന്നെ നെയിമും ക്ലാസ്സും സബ്ജക്റ്റും എഴുതാം. ഞാൻ മുമ്പേ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിക്കുന്ന മുമ്പേ ഒരു 3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അങ്ങനെ തന്നെ ഒരു ഹാർട്ടും പിന്നെ ഒരു പ്ലെയിൻ മാതിരിയുള്ള ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. കളറും കൊടുത്ത് ഞാൻ അതിന് ഹാർട്ടിന് കളറും കൊടുത്ത ശേഷം നെയിമും ക്ലാസ്സും സബ്ജക്റ്റും എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ ക്രയോൺസ് വെച്ചിട്ടാണ് എഴുതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് യൂസ് ചെയ്താൽ. ഞാനിപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ടാണ് ക്രയോൺസ് വെച്ചിട്ടാണ് എഴുതിയത്. പിന്നെ ഒരു റോൾ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. ആ കഴിഞ്ഞിട്ട് ഞാൻ സ്കെയിൽ വെച്ച് വര വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂട്ട് പിക്ചേഴ്സൊക്കെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ക്യൂട്ട് വേണ്ടത് സിമ്പിളായിട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയ 3 എണ്ണമാണ് ഇതൊക്കെ. അപ്പം അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്ലിപ്പിൻ്റെ ബാക്കിലോട്ട് ഗം ഒട്ടിച്ച ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഞാൻ അപ്പം ഗം ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റിക്ക് ഗം ആണെങ്കിലും ഒട്ടിക്കാം. അപ്പം എന്താ ഞാൻ ഗം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ മേലോട്ട് ഒട്ടിക്കാം. പേപ്പറിൻ്റെ മേലെ ഒട്ടിച്ചാൽ ഇതായിപ്പോവും, ഒട്ടിപ്പോവും. പേപ്പറും ഇതും കൂടി സ്ലിപ്പും കൂടി ഒട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറോ ബട്ടർ പേപ്പറോ അങ്ങനത്തെ ഇതിൻ്റെ മേലെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഇനിയും വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.